കണ്ണൂരിലേക്കാണ് വിഭാഗീയത രൂക്ഷമായ CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് മുന്നറിയിപ്പുമായി ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നു. വിഭാഗീയത തുടർന്നാൽ സമ്മേളനം നിർത്തിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റും കമ്മിറ്റിയുമാണ് ഏരിയ കമ്മിറ്റിക്ക് കർശന മുന്നറിയിപ്പ് നൽകിയത്. ബ്രാഞ്ച് തലം വരെ എത്തിയ വിഭാഗീയത നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഒരിടവേളയ്ക്ക് ശേഷം പയ്യന്നൂരിലെ വിഭാഗീയത വീണ്ടും പാർട്ടിക്ക് തലവേദനയാകുമ്പോൾ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന ഒരു നിലപാട് എന്താണ്? വിനീത്, അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റിയുമാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയത്. വിഭാഗീയ പ്രവർത്തനം രൂക്ഷമായതോടുകൂടിയാണ് നിലപാട് കടുപ്പിക്കാൻ ജില്ലാ കമ്മിറ്റി നിർബന്ധിതമായത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള 2 ലോക്കൽ സമ്മേളനങ്ങൾ, രാമന്തളിയിലും വെള്ളൂർ സൗത്ത് ലോക്കൽ സമ്മേളനത്തിലും നേതൃത്വത്തിനെതിരെ, അതല്ലെങ്കിൽ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ള ഔദ്യോഗിക പാനലിനെതിരെ മത്സരം നടന്നിരുന്നു. രാമന്തളിയിൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വെള്ളൂർ സൗത്തിൽ ലോക്കൽ കമ്മിറ്റിയിലേക്കുമാണ് മത്സരം നടന്നത്. വെള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയിൽ 4 പേരാണ് ഔദ്യോഗിക പാനലിനെതിരെ മത്സര രംഗത്തെത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ തന്നെ, ലോക്കൽ സമ്മേളനങ്ങളുടെ തുടക്കത്തിൽ തന്നെ വിഭാഗീയത രൂക്ഷമാവുകയും സമ്മേളനങ്ങളിൽ കടുത്ത മത്സരം ഉൾപ്പെടെ നടക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ജില്ലാ കമ്മിറ്റി തന്നെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് നൽകിയത്. നേതൃത്വത്തിന് അത് തലവേദനയായി മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ബ്രാഞ്ച് തലം മുതൽ തന്നെ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ മത്സരം നടന്നിരുന്നപ്പോൾ അത്തരത്തിൽ ബ്രാഞ്ച് തലം വരെ എത്തി നിൽക്കുന്ന ഈ വിഭാഗീയ പ്രവർത്തനം നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. ഈ വിഭാഗീയത പരിഹരിക്കാൻ ഏരിയ നേതൃത്വം പൂർണ്ണ പരാജയമാണെന്നും ജില്ലാ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ വിഭാഗീയ പ്രവർത്തനം തുടരുന്നത് പാർട്ടിക്ക് തന്നെ നാണക്കേടാണ് എന്നുള്ള അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത്. ഏരിയ നേതൃത്വത്തിനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം തന്നെ, പയ്യന്നൂർ MLA TA മധുസൂദൻ, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി സന്തോഷ്, മുൻപ് വിവാദത്തിൽ വന്നു ചേർന്നിട്ടുള്ള VK കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഭാഗവാക്കായിട്ടുള്ളവർക്കെല്ലാം തന്നെ പാർട്ടി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനു പുറമെ അവിടെ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പയ്യന്നൂർ റൂറൽ ബാങ്കിൻ്റെ ഒരു സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണം കൂടി പാർട്ടിക്കകത്ത് പരാതിയായി ലഭിച്ചിരുന്നു. അപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനെ കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. പനോളി വത്സൻ അംഗമായിട്ടുള്ള 3 അംഗങ്ങൾ ചേർന്നതായിരിക്കും ഈ അന്വേഷണ കമ്മീഷൻ. പ്രാഥമികമായി തന്നെ ഈ ആരോപണത്തിൽ TA മധുസൂദനെതിരെയുള്ള ഈ പരാതിയിൽ ഒരു കഴമ്പില്ല എന്നുള്ള ബോധ്യമായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ പരാതി കൃത്യമായ തോതിൽ അന്വേഷിക്കണം. ഇതിനകത്ത് ഏത് തരത്തിലാണ് ഇങ്ങനെ തുടർച്ചയായ രീതിയിൽ ഈ ആരോപണം പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഫണ്ട് തിരിമറി വിവാദവും അതിന് പിന്നാലെ നേരത്തെ തന്നെ നടപടി വന്നതും TA മധുസൂദനൻ MLAക്കെതിരായ നടപടികളും അത്തരം ചർച്ചകളൊക്കെ, മുതിർന്ന നേതാക്കൾക്കെതിരായ നടപടികളൊക്കെ തന്നെ നേരത്തെ തന്നെ വലിയ വിവാദവും വിഷയവുമൊക്കെ ആയിരുന്നതാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളെ എങ്ങനെയായിരിക്കും പാർട്ടി നേരിടാൻ പോകുന്നത് എന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് സമ്മേളന കാലയളവിലാണ് ഇത്തരത്തിൽ വീണ്ടും തർക്കങ്ങളൊക്കെ രൂക്ഷമാകുന്നത്. ഒരു വിഭാഗം ആളുകൾ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്, അതും പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ എന്നതുൾപ്പെടെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്, അതായത് ഒരു കർശനമായ അല്ലെങ്കിൽ ഒരു കടുത്ത വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളൊരു ഘട്ടത്തിലാണ് ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ളൊരു കടുത്ത നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പാർട്ടി 2ആയി തന്നെ, പയ്യന്നൂരിൽ പാർട്ടി എന്നതിനുപരി 2 പക്ഷമായി തന്നെ ബ്രാഞ്ച് തലം മുതലുള്ള പ്രവർത്തകന്മാർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പരാതികൾ ഉന്നയിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പല രീതിയിൽ, പല വ്യാഖ്യാനങ്ങളോടുകൂടി അറിയിപ്പുകളായി നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ കടുത്ത വിഭാഗീയതയിലേക്ക്, ഒരു വിഭാഗീയ പ്രവർത്തനത്തിലേക്ക് പയ്യന്നൂരിലെ പാർട്ടി എത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഒരു കർശന നിലപാടിലേക്ക് എത്തിയത്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമ്മേളനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പരാതികൾ, ഏകദേശം 2 ഡസനോളം പരാതികളാണ് ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചത്. പക്ഷേ അതിൽ ചിലത് ഈ സമ്മേളനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കള്ളപ്പരാതികളാണ് എന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വിഭാഗീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പരാതികൾ ജില്ലാ കമ്മിറ്റിക്ക് ഉൾപ്പെടെ ലഭിച്ചത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ പയ്യന്നൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു സംഘടനാ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ് പയ്യന്നൂരിലുള്ളത്. എന്തായാലും കർശനമായ നിലപാട്, ഒരു വടിയെടുത്ത് ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കളെ ശാസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജില്ലാ കമ്മിറ്റിക്ക് എത്തേണ്ടി വന്നത് തന്നെ ഈ വിഭാഗീയ പ്രവർത്തനം അതിരുവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ടുകൂടിയാണ്. എന്തായാലും നേരത്തെ തന്നെ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തിരിമറി വിവാദം ഉൾപ്പെടെ പാർട്ടി ഓഫീസിൻ്റെ ചില ഫണ്ട് തിരിമറി വിവാദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രാഥമികമായി ഇത്തരത്തിലുള്ള പരാതികളിൽ ചിലത് കള്ളപ്പരാതി
പരാതികളാണ്, ചിലതിൽ വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് എന്ന് ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ ആരോപണങ്ങൾ പുറത്തേക്ക് എത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പനോളി വത്സൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പനോളി വത്സൻ്റെ നേതൃത്വത്തിൽ 3 അംഗ അന്വേഷണ കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നത്. പ്രധാനമായും പയ്യന്നൂർ റൂറൽ ബാങ്കിലെ ഒരു സ്ഥലം ഏറ്റെടുപ്പ് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുക. അതായത് പയ്യന്നൂരിൽ ഒരു ചെറിയ തുകയ്ക്ക് സ്ഥലം വാങ്ങുകയും മറ്റൊരു ഇടനിലക്കാരൻ്റെ മുഖാന്തരം പയ്യന്നൂർ റൂറൽ ബാങ്ക് വലിയ വിലക്ക് ഈ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ചില നേതാക്കൾ എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. പ്രഥമ ദൃഷ്ട്യാ അതിൽ കഴമ്പില്ല എന്ന് ജില്ലാ കമ്മിറ്റിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ കാര്യം അന്വേഷിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരിശോധനയ്ക്ക് ഒരു കമ്മീഷൻ നിയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയ്ക്ക് എത്തിയത്. എന്തായാലും പയ്യന്നൂരിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം കടുത്ത വിഭാഗീയതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2 ലോക്കൽ സമ്മേളനങ്ങൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് ലോക്കൽ സമ്മേളനങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ വിഭാഗീയ പ്രവർത്തനം, ഈ സമ്മേളനങ്ങളിലെ മത്സരമെല്ലാം രൂക്ഷമായി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ജില്ലാ കമ്മിറ്റിക്ക് വടിയെടുക്കേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഒരു കർശന നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിഭാഗീയത രൂക്ഷമായാൽ സമ്മേളനങ്ങൾ നിർത്തിവെക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത്. ശരി, ജില്ലാ കമ്മിറ്റിയുടെ മുന്നറിയിപ്പിൽ പക്ഷേ തീരുന്നതാണോ പയ്യന്നൂരിലെ വിഭാഗീയത എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. വിഭാഗീയത തുടർന്നാൽ സമ്മേളനം നിർത്തിവെക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കർശന നടപടികളിലേക്ക് ജില്ലാ നേതൃത്വം പോകുന്നു എന്ന് തന്നെയാണ് അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.